I gave my heart to Jesus. ഞാൻ എൻ്റെ ഹൃദയത്തെ യേശുവിനായി സമർപ്പണം ചെയ്തു. The next day, അടുത്ത ദിവസത്തിൽ I had the opportunity to meet her. എനിക്ക് അവരെ നേരിട്ട് കാണുവാൻ ഒരു അവസരമുണ്ടായി. I was able to ask for forgiveness of my sins. എനിക്ക് എൻ്റെ പാപങ്ങളെ കുറിച്ച് കർത്താവിനോട് ഏറ്റു പറയുവാനും ക്ഷമ ചോദിക്കുവാനും ഒരു അവസരം കിട്ടി. And I received Jesus into my heart. ഞാൻ യേശുവിനെ അന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. Soon after that, അതിന് ശേഷമായി my family moved from the UK എൻ്റെ അവസാന യുകെയിലുള്ള എൻ്റെ കുടുംബം മാറി. to Nigeria അവർ കുടുംബം നൈജീരിയയിലേക്ക് താമസം മാറ്റി. because of my father's job എൻ്റെ പിതാവിൻ്റെ ഉദ്യോഗ നിമിത്തം ഞങ്ങൾക്ക് അങ്ങനെ സ്ഥലം മാറേണ്ടി വന്നു. and also because of my university education. എൻ്റെ കലാശാല കോളേജ് വിദ്യാഭ്യാസ മുഖേനയും ഞങ്ങൾക്ക് അപ്രകാരം ചെയ്യേണ്ടി വന്നു. I was a member of the Christian Union, ഞാനൊരു ക്രിസ്ത്യൻ യൂണിയൻ അങ്ങനെ ഒരു സഭയിൽ അംഗമായിരുന്നു. and according to his word, ഈ വചനപ്രകാരം he was showing me the path of life. അവൻ എനിക്ക് ജീവന്റെ വഴി കാണിച്ചു തന്നു. By his grace, തന്റെ കൃപയാൽ he filled me with the Holy Spirit, അവൻ തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. with the evidence of speaking in tongues. അന്യഭാഷ അടയാളത്തോടുകൂടെ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. And again, according to his word, വീണ്ടും ആ വചനപ്രകാരം I had that joy എനിക്ക് ആ സന്തോഷം എന്റെ and that ഉള്ളിൽ fullness വന്നു. of joy. സന്തോഷ പരിപൂർണത എന്റെ ഉള്ളിൽ വന്നു. And out of my belly flew, out of my belly, എന്റെ ഉദരത്തിൽ നിന്നും there were rivers of living water. ജീവജലത്തിന്റെ നദികൾ പുറപ്പെട്ടു ഒഴുകി. I thought I was in heaven ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. because of the peace of God, ദൈവ സമാധാനം നിമിത്തമായി ഞാൻ അങ്ങനെ ചിന്തിച്ചു. because of the joy of the Lord. പരിശുദ്ധാത്മാവിന്റെ കർത്താവിലെ സന്തോഷം എന്നെ അപ്രകാരം ഒരവസ്ഥയിൽ എത്തിച്ചു. I thank God because of that glorious ആ experience. തേജസ്സേറിയ അനുഭവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Later on, പിന്നത്തേതിൽ I took baptism ഞാൻ ജലസ്നാനം സ്വീകരിച്ചു. in the hands of a spirit baptized pastor ഒരു അഭിഷിക്തനായ പാസ്റ്ററിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. in a nearby river അടുക്കലുള്ള ഒരു നദിയിലായിരുന്നു അന്ന് ഞങ്ങൾ സ്നാനപ്പെട്ടത്. by the university. എന്റെ കോളേജിന് അടുത്തുള്ള ഒരു നദിയിൽ പോയി സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. Again, that was the mercies of God. വീണ്ടും ഞാൻ കർത്താവിന്റെ കരുണയിലായിത്തീർന്നു. How to obey the commandment of God. കർത്താവിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുവാൻ തുടങ്ങി. God had a plan. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. It was only years later വർഷങ്ങൾക്ക് ശേഷം that I began to understand ഞാൻ ആ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങി. the significance of baptism. ജലസ്നാനത്തിൻ്റെതായ അടയാളങ്ങൾ. Dying to that whole self, the old man. പരിശുദ്ധ പഴയ മനുഷ്യൻ മരിക്കുന്ന ഒരു അനുഭവം. God was leading me that in through. ദൈവം ആ പുതിയ പാതയിലൂടെ പഴയ മനുഷ്യൻ മരിക്കുന്ന പാതയിൽ കൂടെ എന്നെ നടത്തുവാൻ തുടങ്ങി. In his path of showing me that life, ആ ജീവന്റെ വഴി എനിക്ക് അവൻ കാണിച്ചു തരുമ്പോൾ he led me to this church അവൻ എന്നെ ആ വഴിയിലൂടെ ഈ സഭയിൽ കൊണ്ടെത്തിച്ചു. and to this faith. ഈ വിശ്വാസത്തിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നു. My husband and I were looking for a church, ഞാനും എന്റെ ഭർത്താവും ഒരു സഭയ്ക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. a Bible believing church, ഒരു വിശ്വസിക്കുന്ന ഒരു സഭയ്ക്ക്, a Bible practicing church. ദൈവത്തിന്റെ വേദപുസ്തക അനുസാരമായി ജീവിക്കുന്ന ഒരു സഭയെ തേടി. We were living near Brixton. ഞങ്ങൾ ബ്രിക്സ്റ്റൺ അടുക്കലായി താമസിക്കുകയായിരുന്നു. And it was a Saturday evening. ഒരു ശനിയാഴ്ച വൈകുന്നേരം We wanted to buy some bread. ഞങ്ങൾക്ക് ബ്രെഡ് വാങ്ങണമായിരുന്നു. And we walked past the church. ഞങ്ങൾ അങ്ങനെ ആ ആലയത്തിന് മുന്നിലൂടെ കടന്നുപോയി. On the way to the shop, ഞങ്ങൾ ബ്രെഡ് വാങ്ങാൻ പോകുന്ന വഴിയിൽ ഞങ്ങൾ ആലയത്തിന് മുന്നിലൂടെ കടന്നുപോയി. a few weeks later, ചില ആഴ്ചകൾക്ക് ശേഷം the Lord spoke to both myself കർത്താവ് എന്നോട് സംസാരിച്ചു. and my husband എന്റെ ഭർത്താവിനോടും സംസാരിച്ചു. at different times. പല വ്യത്യസ്ത സമയങ്ങളിലായി ഞങ്ങൾ രണ്ടുപേരോടും ദൈവം ഇടപെട്ടു. He urged us to go to the church that we saw. ആ സഭയിൽ ഞങ്ങൾ കണ്ട ആ സഭയിലേക്ക് പോകുവാൻ ദൈവം ഞങ്ങൾ ഇരുവരെയും പ്രേരിപ്പിച്ചു. And when we went there, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ our pastor there was Pastor T.U. Thomas. അന്ന് അവിടെ പാസ്റ്റർ ടി.യു. തോമസ് ആയിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. And he said to all of us, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, you haven't come here by mistake. നിങ്ങൾ യാദൃച്ഛികമായി തെറ്റിപ്പോയിട്ട് ഇവിടെ കാൽ വെച്ചവരല്ല. It's the Lord's plan that you're here. അതെ, നിങ്ങൾ ദൈവ നിർണയപ്രകാരം ഇന്ന് ഇവിടെ ആയിരിക്കുന്നു. And if you're comfortable here, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു എന്നെങ്കിൽ this is where the Lord wants you. നിങ്ങൾ ഇവിടെ ആയിരിക്കാൻ തന്നെയാണ് ദൈവം വാഞ്ചിക്കുന്ന സ്ഥലം. So I can say, എനിക്ക് പറയുവാൻ കഴിയും, the Lord was showing me that path of life. ദൈവം എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. To be in his presence. ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. I thank God
I thank God ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. that we were looking for bread ഞങ്ങൾ അന്ന് ബ്രെഡ് വാങ്ങാൻ പോയതായിരുന്നു. for our bellies, ഞങ്ങളുടെ വയറ് നിറയ്ക്കാൻ അപ്പത്തിനു വേണ്ടി പോയതായിരുന്നു. for physical food. ശാരീരിക ഭക്ഷണം തേടി പോയവരായിരുന്നു. But the Lord gave us living bread. എന്നാൽ ദൈവമോ ജീവനുള്ള അപ്പം ഞങ്ങൾക്ക് നൽകി. He gave us the bread of life. ജീവന്റെ അപ്പം കർത്താവ് ഞങ്ങൾക്ക് തന്നു. According to His word, തന്റെ വചനപ്രകാരം that we shall not live by bread alone. ഒരവസരം ഞാൻ ഓർക്കുന്നു. The Lord led me to write down certain things. ദൈവം അനിശ്ചിതമായ ചില കാര്യങ്ങളിലേക്ക് എന്നെ നടത്തി. I wrote down that I surrender my position, ഞാൻ എന്റെ സ്ഥാനത്തെ, എന്റെ പദവിയെ കർത്താവിനായി സമർപ്പിച്ചു. my privileges, എന്റെ സകല സൗഭാഗ്യങ്ങളെയും, whatever power that I thought that I had, എനിക്ക് എന്തെല്ലാം അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവറ്റെയും I surrendered it to the Lord. ഞാൻ എല്ലാവറ്റെയും കർത്താവിന്റെ കാൽക്കൽ സമർപ്പണം ചെയ്തു. Later in that day, ആ ദിവസത്തിൽ തന്നെ കുറെ സമയം കഴിഞ്ഞപ്പോൾ, during a break from work, ഞാൻ ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൽ നിന്നും I received an email എനിക്കൊരു ഇമെയിൽ ലഭിച്ചു. from my colleagues. അവർ എന്റെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ഒരു ഇമെയിൽ ആയിരുന്നു അത്. They accused me of several things അവർ എന്നെ പല കാര്യങ്ങളിലും കുറ്റം ആരോപിച്ചു പറഞ്ഞു. that I didn't do. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. I took the issue to the servants of God, ഞാൻ ഈ കാര്യം ദൈവ ശുശ്രൂഷകർക്ക് അടുക്കൽ പോയി പറഞ്ഞു. and they prayed and counseled me, അവർ എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് പല ആലോചനകളും പറഞ്ഞു തന്നു. and they asked me to apologize, അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കാത്തിരിക്കുവാൻ പറഞ്ഞു. and I did. ഞാനത് പ്രകാരം ചെയ്തു. And the Lord also gave me a word, ദൈവം എനിക്കൊരു വചനവും തന്നു. because He knew the thought of my heart. അവൻ എന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ എന്റെ ദൈവം അറിയുന്നുവല്ലോ. I wanted to leave that place, എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ആ സ്ഥലം വിട്ടു പോകണം എന്നായിരുന്നു. because I didn't want my reputation to be spoiled. കാരണം എനിക്ക് അവിടെ ഉള്ളതായ എന്റെ ആ മാന്യതയെ കെടുത്തു കളയുവാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. The Lord gave me Jeremiah 42, യിരെമ്യാവ് 42-ാം അധ്യായത്തിൽ verse 10, 10-ാമത്തെ വാക്യം എന്റെ ദൈവം എനിക്ക് തന്നു. which says, അതിൽ ഇപ്രകാരം പറയുന്നു: if ye will still abide in this land, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ then will I build you, ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും and not pull you down, ഞാൻ നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. and I will plant you, ഞാൻ നിങ്ങളെ നട്ടുവെക്കും. and not pluck you up. ഞാൻ നിങ്ങളെ പറിച്ചു കളകയില്ല, ഞാൻ നിങ്ങളെ നടും. For I repent me ഞാൻ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെ കുറിച്ച് of the evil I have done unto you. അനുതപിക്കുന്നു. So the Lord gave me that word, ദൈവം എനിക്ക് ആ വചനം പറഞ്ഞു തന്നു. and contrary to the advice of my friends, എന്റെ സുഹൃത്തുക്കളുടെ ശബ്ദത്തിന് വിരോധമായി my family, എന്റെ കുടുംബം, and some of my other colleagues, മറ്റെന്റെ എല്ലാ സഹപ്രവർത്തകർ, they also said I should leave that place of work. അവരെല്ലാരും പറഞ്ഞു നീ ഈ ജോലി ഇവിടെ നിന്ന് വിട്ടങ്ങ് മാറിപ്പോകണം. But I said, the Lord had told me എന്നാൽ ഞാൻ പറഞ്ഞു ഇല്ല, എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് that I needed to stay there, ഞാൻ അവിടെ തുടർന്ന് ജോലി ചെയ്യണം, നിൽക്കണം എന്നാണ്. because there I will have peace, കാരണം അവിടെ എനിക്ക് സമാധാനം ഉണ്ടാകും, because there I will have victory. അവിടെ എനിക്ക് ജയമുണ്ടാകും. Thank God, because the word of God is established. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്റെ വചനത്തെ അവിടെ സ്ഥാപിച്ചത് നിവൃത്തിയാക്കി. It never fails. അതൊരിക്കലും ദൈവത്തിന്റെ വചനം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. According to His word, തന്റെ വചന പ്രകാരം the vision is for an accepted time, തക്ക സമയത്തിൽ ആ ദർശനം നിവൃത്തിയായി. even though it tarries. അത് താമസിച്ചാലും It will നിറവേറും. not tarry. അത് താമസിക്കുകയുമില്ല. A couple of years later, ചില വർഷങ്ങൾക്ക് ശേഷം, about this time last year, കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് the Lord made a way for me. ദൈവം എനിക്കൊരു വഴി തുറന്നു. And by October this year, ഈ വർഷം ഒക്ടോബർ മാസത്തോടെ the people that were against me, എനിക്ക് വിരോധമായി പ്രവർത്തിച്ച ആളുകൾ, the people that accused me, എന്നെ കുറ്റം ചുമത്തിയവരായ ആളുകൾ, they had to leave the place I was working. അവരെല്ലാവരും ഞാൻ ജോലി ചെയ്ത ആ സ്ഥലം വിട്ട് കടന്നു പോകേണ്ടി വന്നു. And the Lord fulfilled His words, എന്നാൽ ദൈവം തന്റെ വചനത്തെ തെളിയിച്ചു. because I'm still there, ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യും. and I have that peace, എനിക്ക് ആ സമാധാനമുണ്ട്, and I have that joy, എനിക്ക് ആ സന്തോഷമുണ്ട്. that the Lord is able. ദൈവം കഴിവുള്ളവൻ, പ്രാപ്തനാണ്. Whatever the situation is, സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, when He speaks His words, ദൈവം തന്റെ വചനം അരുളി ചെയ്യുമ്പോൾ He watches over those words, അവൻ തന്റെ വചനം നിവൃത്തിയാക്കുവാൻ ജാഗരിക്കും. and He performs it. അവൻ അത് നിവൃത്തിയാക്കുകയും ചെയ്യും. I want to praise God for that. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Another experience I want to share. എനിക്ക് പറയാനുള്ള മറ്റൊരു അനുഭവം, I had to go for a conference എനിക്കൊരു കോൺഫറൻസിന് വേണ്ടി പോകണമായിരുന്നു. in Tanzania.
ടാൻസാനിയയിൽ last year, കഴിഞ്ഞ വർഷക്കാലത്ത്. and I was told that I needed to take some medication അവിടേക്ക് പോകണമെങ്കിൽ ചില മരുന്നുകൾ സ്വീകരിക്കണം, കുത്തിവയ്പ്പുകൾ എടുക്കണമെന്ന് അവർ പറഞ്ഞു. because of malaria. മലേറിയയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കണമെന്ന് അവർ പറഞ്ഞു. Now I don't take medication, ഞാൻ പൊതുവെ മരുന്നുകൾ എടുക്കുന്ന ആളല്ല. so I decided to ask the Lord, ആകെ ഞാൻ ഈ വിഷയം കർത്താവിന്റെ മുൻപാകെ വയ്ക്കുവാൻ തീരുമാനിച്ചു. and the Lord, who is wonderful, അത്ഭുതവാനായ അതിശയവാനായ ദൈവം He gave me a word, കർത്താവ് എനിക്കൊരു വചനം തന്നു. an exact word, ഒരു കൃത്യമായ ഒരു വചനം, which is found in Psalm 91, അത് 91-ാം സങ്കീർത്തനത്തിൽ കാണാം, verse 5 and 6. 5-6 വാക്യങ്ങളിൽ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. It says, thou shalt not be afraid of the terror by night, nor the arrow that flieth by day, nor the pestilence that walketh in darkness, nor the destruction that wasteth at noonday. ഈ വചനം കർത്താവ് എനിക്ക് തന്നു. This was the exact thing that mosquitoes do. അതായിരുന്നു എനിക്ക് ആവശ്യമായിട്ട് ഏറ്റവും നല്ല വചനവും. They fly. Mosquito. കൊതുകുകൾ. Mosquitoes that cause malaria. അവ കൊതുകുകളാണ് മലേറിയ ഉണ്ടാക്കുന്നത്. They fly. അവ പറക്കുന്നു. And they pest. അവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്നു. And so the Lord gave the exact words. ആകയാൽ ദൈവം എനിക്ക് അതിന് അനുയോജ്യമായ ഏറ്റവും നല്ല വചനം തന്നെ തന്നു. So I received my medication from the Lord. ആകയാൽ ഈ വചനത്തെ സ്വീകരിച്ച് ഞാൻ കർത്താവിൽ നിന്നും എനിക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചു. And I enjoyed the conference. ഞാൻ ആ കോൺഫറൻസിൽ പോയി പങ്കെടുത്തു, അത് ആസ്വദിച്ചു. And I didn't suffer from any malaria. എനിക്ക് ഒരു മലേറിയ രോഗമൊന്നും ഉണ്ടായതില്ല. That's the power of the word of God. അതാകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. Another experience I want to share. എനിക്ക് പറയാനുള്ള മറ്റൊരു അനുഭവം, as I surrendered myself to the Lord, ഞാൻ എന്നെ തന്നെ കർത്താവിനായി സമർപ്പണം ചെയ്തപ്പോൾ I had desire to attend Wednesday morning prayer and fasting. എനിക്ക് ബുധനാഴ്ചയുള്ളതായ ഉപവാസ പ്രാർത്ഥനകളും പ്രാർത്ഥനയൊക്കെ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. I don't live in London. I don't live in London. ഞാൻ ലണ്ടനിലല്ല ജീവിക്കുന്നത്. I live about 70 miles, which is 110 kilometers. ഞാൻ ഏകദേശം 110 കിലോമീറ്ററുകൾ ദൂരെയാണ് എൻ്റെ വീട്. From London. ലണ്ടനിൽ നിന്നും അത്രയും ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. And the other obstacle was, മറ്റൊരു തടസ്സം, I had this particular job I do on a Wednesday. എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിന് ബുധനാഴ്ചയും ജോലി ചെയ്യണമായിരുന്നു. It was a government job. അതൊരു ഗവൺമെന്റ് ഉദ്യോഗമായിരുന്നു. Where we have meetings. ഞങ്ങൾക്ക് അന്ന് യോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. On the first Wednesday and the third Wednesday. ഒന്നാമത്തെ മൂന്നാമത്തെ ബുധനാഴ്ചകളിൽ of the month. ഓരോ മാസത്തിലും we have a meeting for 1.5 hours. ഞങ്ങൾക്ക് 1.5 മണിക്കൂർ വീതം അവിടെ യോഗങ്ങൾ ഉണ്ടായിരിക്കും. On the last Wednesday of the month, മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച we have a 3-hour meeting. ഞങ്ങൾക്ക് അല്ലാതെ ഒരു മീറ്റിംഗ് അവിടെ യോഗം ഉണ്ടായിരിക്കും. So I have arranged with the government. ആകയാൽ അവരെ പ്രകാരം അവരെ ഒരു ദൗത്യത്തോടു കൂടി അവരെ ആ ജോലി ഏൽപ്പിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കവേ that I would retire, stop work. ഞാൻ ജോലി നിർത്തി കളഞ്ഞാൽ, but then I can go back to do that specific work. ഞാൻ വിട്ടുകളഞ്ഞാൽ വീണ്ടും ഞാൻ പഴയ ജോലിക്ക് മടങ്ങി പോകേണ്ടി വരും. And was the last day before I would retire. ആകയാൽ ജോലി വിടുന്നതിന് അവസാനത്തെ തൊട്ട് മുന്നിലത്തെ ദിവസം the manager said, Mary, മാനേജർ പറഞ്ഞു, മേരി, sorry you can't come back. മേരി, നിനക്ക് ഇനി ഇങ്ങോട്ട് ജോലി ചെയ്യാൻ മടങ്ങി വരേണ്ട കാര്യമില്ല, നീ മടങ്ങി വരേണ്ട. Because of some reorganization we having. ഞങ്ങൾക്കുള്ള ചില പുനഃക്രമീകരണങ്ങൾ നിമിത്തമായി നിങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്യുവാൻ വരേണ്ട കാര്യമില്ല എന്നവർ പറഞ്ഞു. I was a bit shocked. എനിക്കത് വലിയൊരു നടുക്കമായിട്ട് മാറി. And my pride was a bit hurt. എന്റെ അഭിമാനത്തിന് അവിടെ മുറിവേറ്റു. Sometimes later, കുറെ കഴിഞ്ഞപ്പോൾ the Lord reminded me of my desire. ദൈവം എന്റെ ഹൃദയത്തിൽ എനിക്കുണ്ടായിരുന്ന എന്റെ ആഗ്രഹത്തെ കുറിച്ച് എന്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. My desire was for His presence. എന്റെ ആഗ്രഹം ദൈവ സാന്നിധ്യത്തിനായിരുന്നു. And He was making a way for me to be in His presence. അതെ, എന്റെ ആഗ്രഹ പ്രകാരം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഒരു വഴിയായിരുന്നു അത്. So I began to see it in another way. ആകയാൽ ഞാൻ ഈ സംഭവത്തെ മറ്റൊരു വീക്ഷണത്തിലൂടെ കാണുവാൻ തുടങ്ങി. And I could testify ഞാൻ സാക്ഷ്യം പറയുമ്പോൾ that in His presence,
അവന്റെ സന്നിധി I've experienced that fullness of joy. ഞാൻ ആ സന്തോഷ പരിപൂർണതയെ അനുഭവിച്ചു. And the joy of the Lord കർത്താവിന്റെ സന്തോഷം has strengthened me. അതെന്റെ ബലമായി മാറി. And it strengthened me. അതെന്റെ ബലം തന്നെയായി തുടരുന്നു. In the prayer and fasting meeting, ആ ഉപവാസ പ്രാർത്ഥനായ കൂട്ടങ്ങളിൽ it's a great time ഒരു വലിയ അനുഭവം. that we learned many things. ഞാൻ അവിടെ പല കാര്യങ്ങളും പഠിച്ചു. One of the things we're learning recently ഞങ്ങൾ അടുത്തിടെ പഠിച്ച ഒരു കാര്യം is about saying sorry. മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നതിനെ കുറിച്ചായിരുന്നു. When somebody confronts us with something that we've done or might not have done, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ to say sorry. അവരോട് ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള ഒരു മനസ്സ്. Just last week, കഴിഞ്ഞ ആഴ്ചയിൽ as we're coming for this conference, for this convention, ഞങ്ങൾ ഈ കൺവെൻഷന് വേണ്ടി വരുന്ന വഴി I was coming with my sister, ഞാൻ എൻ്റെ സിസ്റ്റത്തിലൂടെ വരുമ്പോൾ and I had completed our e-visa. എൻ്റെ EVകൾ ഞാൻ പൂർണ്ണമായും പൂരിപ്പിച്ചു കൊടുത്തിരുന്നു. Unknown to me, ഞാൻ തന്നെ അറിയാതെ I made a mistake. ഞാൻ അവിടെ ഒരു പൂരിപ്പിച്ചു കൊടുത്തതിൽ ഒരു തെറ്റ് വരുത്തിയിരുന്നു. And the immigration in the UK, യുകെയിലെ ഇമിഗ്രേഷനിൽ and the passport checks പാസ്പോർട്ട് പരിശോധന വേളകളിലൊക്കെ didn't pick it up അവരത് കണ്ടുപിടിച്ചില്ല. until we arrived here. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇന്ത്യയിൽ വന്നെത്തി. They looked ഇവിടെ എത്തി അവർ രേഖകൾ പരിശോധിച്ചപ്പോൾ and they found a mistake. അവർ ആ തെറ്റു കണ്ടെത്തി. Instead of and the number being 229, 229 എന്ന സംഖ്യയ്ക്ക് പകരമായി I put 299. ഞാൻ 299 എന്നായിരുന്നു പൂരിപ്പിച്ചിരുന്നത്. And as soon as they pointed it out, അവർ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഉടനെ I said, that's my mistake. ഞാൻ പറഞ്ഞു, അയ്യോ അത് എന്റെ തെറ്റാണ്, ഞാൻ തെറ്റിപ്പോയതാണ്, It's my fault. അത് എന്റെ തെറ്റ് തന്നെയാണ്, I'm sorry. ഞാൻ ദയവായി ക്ഷമിക്കണമേ. So the Lord is good. അതേ ദൈവം നല്ലവനാണ്. He goes before us. അവൻ നമ്മുടെ മുൻപായി പോകുന്നു. He knows what we are going to face. നാം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ അവൻ അറിയുന്നു. And He prepares us for അവൻ it. നമ്മെ അത് നേരിടുവാൻ തക്കവണ്ണം ഒരുക്കുകയും ചെയ്യുന്നു. So they consulted with one another, അവർ തമ്മിൽ ആലോചിച്ചു. the immigration officers, ആ ഇമിഗ്രേഷൻ ഓഫീസർമാർ and they went away, അവർ അങ്ങോട്ട് പോയി, and they came back, മടങ്ങി വന്നു. and they said you could go. അവർ പറഞ്ഞു, നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. Later on we heard പിന്നത്തതിൽ ഞങ്ങൾ കേട്ടു that they must have said അവർ പറഞ്ഞു, that you have to go back to the UK, നിങ്ങൾ യുകെയിലേക്ക് മടങ്ങി പോകേണ്ടതാണ്, and we wouldn't have been able to come here. നിങ്ങൾ പിന്നീട് ഇങ്ങോട്ട് മടങ്ങി വരേണ്ടതല്ല. So the Lord's wisdom, എന്നാൽ ദൈവത്തിന്റെ He ജ്ഞാനം was preparing us. ദൈവം നമ്മെ അതിനായി ഒരുക്കുന്നു. I want to thank God for that. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുവാൻ വാഞ്ചിക്കുന്നു. I could go on, എനിക്ക് ഇനി തുടർന്ന് പറയുവാൻ കഴിയും, but I'll just say a few more things ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് that the Lord has enabled me to enjoy. ദൈവം എനിക്ക് അനുഭവിക്കുവാൻ ഇടയാക്കിയ ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. The Bible study, ബൈബിൾ സ്റ്റഡി. and praise the Lord. ദൈവത്തിന് സ്തോത്രം. I want to thank and praise God ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ for വാഞ്ചിക്കുന്നു. all His goodness, കർത്താവിന്റെ എല്ലാ for നന്മയ്ക്കും all His mercies, അവന്റെ എല്ലാ കരുണകൾക്കുമായി. and I know ഞാൻ അറിയുന്നു what the Lord has done for me, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ചെയ്തത് He can do for you. നിശ്ചയം അവൻ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുവാൻ സർവശക്തനാണ്. Because He's the same God കാരണം അവൻ ഒരേ Father നമ്മുടെ പിതാവാണ്. who has loved us അവൻ നമ്മെ with an സ്നേഹിച്ചവനാണ്. everlasting love. നിത്യസ്നേഹത്താൽ And സ്നേഹിച്ചവനാണ്. I praise God. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയാൽ അവർക്ക് തന്ന മേന്മயான രക്ഷിப்புക്കാகவும் பரிசுத்தவான்களுடைய ஐக்கியத்தில் ஐக்கியப்படவும் தேவசித்தத்தின்படி ஜீவிக்கவும் இம்மட்டு உதவி செய்தார். மேலும் தெய்வீக சுகத்தில் நிலைத்திருக்கவும் வேக்சினேஷன் எடுக்காமல் இமிகிரேஷன் எல்லாம் போய்